മുഖക്കുരു വന്നിട്ടുള്ള പാടുകളും മുഖക്കുരുവും വെറും ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ചർമ്മത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് ഷെയർ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് പാക്ക് തയ്യാറാക്കാം. പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരു വന്നിട്ടുള്ള പാടുകളും. അത് മാറ്റാൻ പല കാര്യങ്ങളും ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണോ? ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്ന പോലെ നിങ്ങളുടെ ചർമ്മത്തിൽ ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്ക്. മുഖക്കുരു വന്നിട്ടുള്ള പാടുകളും മുഖക്കുരുവും പൂർണ്ണമായിട്ടും ചർമ്മത്തിൽ നിന്ന് ഇല്ലാതാകുന്നത് നിങ്ങൾക്ക് കാണാം. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണെന്ന് മുഖക്കുരു, അത് വന്നിട്ടുള്ള പാടുകളും. അത് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒന്നെങ്കിൽ വിപണിയിൽ കിട്ടുന്ന പല ക്രീമുകളും അതല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തും കുറച്ച് കൺട്രോൾ ചെയ്യുക. ഓയിലി ഫുഡുകളും പിന്നെ ബട്ടർ, ചീസ് അങ്ങനെയൊക്കെയുള്ള ഓയിലി ഫുഡുകൾ ഒഴിവാക്കുക. പിന്നെ നമ്മുടെ മുഖം നല്ല ക്ലീൻ ആയിട്ട് വെക്കുക. ഞാൻ ഈ പറയുന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഞാൻ തയ്യാറാക്കുന്ന പാക്കും കൂടി നിങ്ങൾ ഇടണം. അതായത് നിങ്ങൾ ഓയിലി ഫുഡുകൾ ഒഴിവാക്കുക. പിന്നെ കൂടാതെ ഇടവിട്ട് നിങ്ങൾ മുഖം ഒന്ന് കഴുകണം. പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മുഖം കഴുകണം. പിന്നെ അല്ലാതെ പിന്നെ ഓവർ മേക്കപ്പ് പ്രോഡക്റ്റുകൾ നിങ്ങളുടെ സ്കിന്നിന് ഇടാതിരിക്കുക. പിന്നെ കൂടുതൽ ഓയിലി ആയിട്ടുള്ള ക്രീമുകൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഈ ഒരു പാക്ക് ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതല്ല നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെയെങ്കിലും ഉപയോഗിക്കുക. എന്തായാലും സംഭവം അടിപൊളിയാണ്. എന്തായാലും ഉപയോഗിച്ച് നോക്കണേ. 100% റിസൾട്ട്. എന്തായാലും നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാം. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരു വന്നിട്ടുള്ള പാടുകളും. ഈ പാക്ക് ഇട്ടാൽ നിങ്ങളുടെ മുഖത്ത് മാജിക് നടക്കുന്നത് കാണാം. നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് എല്ലാ പ്രശ്നങ്ങളും മാറ്റി സ്കിൻ നല്ല തിളക്കം വെക്കുന്നതും കാണാം. എന്താണ് സംഭവം എന്നുള്ളത് പറയാം. നമുക്ക് എന്തായാലും ഒരു അടിപൊളി ഒരു പാക്കാണ്. അത് തയ്യാറാക്കാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നീമിന്റെ പൗഡറാണ്. അതായത് വേപ്പിലയുടെ പൊടിയാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ നീം പൗഡർ എന്ന് പറയുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്നും മേടിച്ചതാണ്. നമുക്ക് അങ്ങാടി ഷോപ്പിൽ നിന്നും നീമിന്റെ പൗഡർ മേടിക്കാൻ സാധിക്കും. പിന്നെ നീമിന്റെ പച്ചിലയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അരച്ചിട്ട്, അതായത് കല്ലുകൾ വെച്ച് അരച്ചിട്ട് അതിന്റെ നീര് എടുത്താലും മതിയാകും. ഇവിടെ എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ നീമിന്റെ പൗഡർ എടുത്തിരിക്കുന്നത്. നീമിന് നമ്മുടെ വേപ്പില എന്നൊക്കെ പറയാതെ കറിയിലിടുന്നതല്ല, അതല്ലാതെ നീം എന്ന് പറയുന്നത് അതിന്റെ പൊടിയാണ് വേണ്ടത്. അത് 1 ടേബിൾ സ്പൂൺ വേണം. നീമിന്റെ പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനകത്ത് എന്തെങ്കിലുമൊക്കെ ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും സ്കിന്ന് നമ്മുടെ പിമ്പിൾസ് വരുന്ന സമയത്ത് ഒരു ലിക്വിഡ് അതിൽ നിന്ന് പുറന്തള്ളും. ആ ഒരു ലിക്വിഡ് മറ്റുള്ള ഭാഗത്തേക്കും ചെന്നിട്ട് പിമ്പിൾസ് ഇരട്ടിയാകും. അതിൻ്റെ ആ ഒരു ചെറിയ രീതിയിലൊരു ബാക്ടീരിയ ഫംഗസ് ഉണ്ട്, അതിനെയൊക്കെ നശിപ്പിച്ച് കളയും ഈ നീമിൻ്റെ പൗഡർ എന്ന് പറയുന്നത്. കാരണം ഒരു നമുക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ചെറിയ ഒരു ഫംഗസ് ഉണ്ട്. ആ ഫംഗസ് ആണ് മറ്റുള്ള സ്കിന്നിലേക്ക് അത് സ്പ്രെഡ് ആക്കിയിട്ട് ഫേസ് ഫുള്ളായിട്ട് പിമ്പിൾസ് ഉണ്ടാക്കുന്നത്. അതിനെ ഇല്ലാതാക്കാൻ നമ്മുടെ നീം പൗഡറിൽ നിന്ന് സാധിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ പൗഡറാണ് വേണ്ടത്. കസ്തൂരി മഞ്ഞൾ പൗഡർ അല്ലെങ്കിൽ സാധാരണ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് എടുക്കാം. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ ഞാൻ എടുക്കുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത്. അത് എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. ഇപ്പം കസ്തൂരി മഞ്ഞൾപ്പൊടി അലർജി ഉള്ളവർക്കാണെങ്കിൽ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് പാക്ക് ഉണ്ടാക്കിയാൽ മതി. കസ്തൂരി മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതാ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ കസ്തൂരി മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് മുൾട്ടാണി മിട്ടി പൗഡറാണ്. നമ്മുടെ സ്കിന്നിനകത്ത് കൂടുതൽ ഓയിൽ ഉൽപ്പാദനം കൂടുന്നത് കൊണ്ടും സ്കിന്നിനകത്ത് പിമ്പിൾസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നതിന് ഒരു കാരണമാകുന്നത്. അപ്പോൾ ഓയിലിനെ ഒരു നോർമൽ രീതിയിൽ കൺട്രോൾ ചെയ്യണം, എന്നാലേ നമുക്ക് പറ്റുള്ളൂ. അപ്പം നോർമൽ രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ മുൾട്ടാണി മിട്ടി പൗഡറിൽ നിന്ന് സാധിക്കുന്നതാണ്. അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത്. അങ്ങനെ മുൾട്ടാണി മിട്ടി പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്തു. അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് ഓറഞ്ച് പീലിന്റെ പൗഡറാണ്. ഓറഞ്ച് നീര് വേണമെങ്കിലും ചേർക്കാം, അതല്ലെങ്കിൽ ഓറഞ്ച് പീല് പൗഡർ ചേർക്കുന്നതാണ് നല്ലത്. ഓറഞ്ചിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഓറഞ്ചിന്റെ പൊടി നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ മേടിക്കാൻ സാധിക്കും. ഞാനിവിടെ ഓറഞ്ചിന്റെ പൊടി ഓൺലൈൻ വഴി മേടിച്ചതാണ് ഇവിടെ എടുക്കുന്നത്. അത് ഞാൻ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ആണ്. അതിനുശേഷം ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഓറഞ്ച് എന്ന് പറയുന്നതിന്റെ ഓറഞ്ചിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഒരു വിറ്റാമിൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്കിന്നിന് കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഒക്കെ, വിറ്റാമിൻസിന്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും ഒക്കെ ഓറഞ്ച് പീൽ പൗഡറിൽ നിന്ന് സാധിക്കും. ഇനി ഇത് മിക്സ് ആക്കാനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളം, അതല്ലെങ്കിൽ റോസ് വാട്ടർ, അതല്ലെങ്കിൽ സാധാരണ വെള്ളം, ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം.
മറ്റ് തൈരോ പാലോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം അതിൽ കൂടുതലും ഓയിലിൻ്റെ, അതായത് ചെറിയ രീതിയിൽ ഓയിലിൻ്റെ അംശമുണ്ട്. അതൊന്നും കൂടി സ്കിന്നിന് ഡാമേജ് വരുത്തും. പിമ്പിൾസ് ഉള്ളവർ ഒരു കാരണവശാലും തൈര് ചേർത്തുള്ള പാക്കുകളോ അതായത് പാൽ ചേർത്തുള്ള പാക്കുകളോ ഉപയോഗിക്കരുത്. ഇനി നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആക്കുന്നത്, ഈ ഒരു വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പൊടികൾ മിക്സ് ആക്കുന്നത്. ഈ ഒരു വെള്ളം തയ്യാറാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് എന്താണ്, 1.5 ടേബിൾ സ്പൂൺ പച്ചരി, 3 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുതിരാനായിട്ട് 4 മണിക്കൂറോളം വെച്ചിട്ട് അതിൻ്റെ ആ ഒരു പച്ചരിയുടെ സത്തിറങ്ങിയ വെള്ളമാണ് നമുക്ക് വേണ്ടത്. പച്ചരി 2-3 പ്രാവശ്യം കഴിയിട്ടാണ് ഞാൻ ഇളം ചൂടുള്ള വെള്ളത്തിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഈ വെള്ളം അതായത് നമ്മുടെ അരി കുതിർന്ന വെള്ളം കുറച്ച് ചേർത്ത് നമ്മുടെ പാക്ക് മിക്സ് ആക്കി എടുക്കേണ്ടതാണ്. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ. നല്ല സംഭവമാണ്. നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ കാണാം നിങ്ങളുടെ സ്കിന്നിനകത്ത് ഒരു മെറാക്കൽ സംഭവിക്കുന്ന, ഒരു മാജിക് നടക്കുന്നത് കാണാം. അടിപൊളിയാണ് ഈ പാക്ക്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ സ്കിൻ നശിപ്പിക്കേണ്ട. നിങ്ങൾക്ക് ഈ പിമ്പിൾസ് പോയിട്ട് പിന്നീട് വരിക പോലും ചെയ്യില്ല ഈ രീതിയിൽ ചെയ്താൽ. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ പാർലറിൽ വരുന്ന പിമ്പിൾസ് ട്രീറ്റ്മെൻറ്റ് വരുന്നവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു പാക്ക് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഈ ഷെയർ ചെയ്തത്. എൻ്റെ അടുക്ക വരുന്നവർക്ക് ഞാൻ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കാറുള്ളത്. ഇതുകൊണ്ട് ഈ ഒരു പരുവത്തിലായിട്ട് വേണം കേട്ടോ ഈ സംഭവം നമ്മുടെ പാക്ക് തയ്യാറാക്കേണ്ടത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ, ഡെയിലി ഇടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ ഒന്നിരാടമാണ് നിങ്ങൾക്ക് ഈ പാക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിന് ചേഞ്ചസ് കാണാം. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ച് നോക്കണേ. സംഭവം നിങ്ങളുടെ സ്കിന്നിന് മാജിക് നടക്കുന്നത് കാണാം. കണ്ടല്ലോ പാക്ക് തയ്യാറാക്കിയതൊക്കെ, അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് കണ്ടല്ലോ. എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കണേ. 100% നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് പിമ്പിൾസ് മാറുന്നത് നിങ്ങൾക്ക് കാണാം. ഇതൊരു മാജിക്കാണ് നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് നടക്കുന്നത്. ഉറപ്പായും ചെയ്തു നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ പാക്ക് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും വന്ന് എന്നോട് പറയണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. നിങ്ങൾക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.